നമ്മുടെ മക്കളാണ്, കൈവിട്ടു പോകുന്ന മക്കളാണ്. ഈ സ്വർഗ ഇടമാകുന്ന വീടിനെ തകർക്കുന്നത്, അതിൻ്റെ ആ പരിധി ലംഘിച്ചു കടക്കുന്നത് മക്കളാണ്. മക്കൾ വലിയ സന്തോഷമാണ്, ആനന്ദമാണ്, ജീവിതത്തിൻ്റെ അനുഗ്രഹമാണ്. ഇവിടെ ഇങ്ങനെ ഓടി നടക്കുന്ന മക്കളുണ്ടല്ലോ, അവർ നമ്മൾ ഇങ്ങനെ അകന്നു പോകാനുള്ള മറ്റൊരു കാരണം അതുതന്നെയാണ്. മെയിൻ കാഫ് എന്ന് ആത്മകഥ എഴുതിയ ഒരാളുണ്ട്. ആരാന്നറിയോ? ആരാടാ? ഹിറ്റ്ലറിൻ്റെ ആത്മകഥ. അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ഹിറ്റ്ലറായിരുന്നു, ലക്ഷക്കണക്കിന് യഹൂദികളെ ചുട്ടുകൊല്ലാൻ മാത്രം എന്നെ ഒരു ജീവിതം മാറ്റിയത്. അദ്ദേഹം പറയുന്ന ഒരു ഭാഗം അങ്ങനെയാണ്. അദ്ദേഹത്തെ ഇരുട്ട് ഭയങ്കര പേടിയാണത്രേ. ചെറിയ കുട്ടിയാവും എന്തെങ്കിലും ഒരു വിക്രസ് കാണിച്ചപ്പം ഓനെ അച്ഛൻ ഇരുട്ടത്താക്കും, വാതിലടച്ചിട്ട് പുറത്താക്കും. അല്ലെങ്കിൽ ഓനെന്ത് ചെയ്യും, ഓൻ്റെ ഇഷ്ടം നല്ലൊരു കലാകാരനായിരുന്നു ചെറുപ്പത്തിൽ, എന്ത് കിട്ടിയാലും വരയ്ക്കുക, കളർ പെൻസിലും എടുത്തു വെക്കുക, ചെറിയൊരു ചോക്ക, കരിക്കട്ട, അതൊക്കെ കിട്ടിയതെടുത്ത് വരയ്ക്കുക. അങ്ങനത്തെ മനോഹരമായൊരു ചിത്രകാരനായിട്ട് അതിനോട് താല്പര്യമുള്ള ആളായിരുന്നു അത്ര അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ആദ്യം എന്തെങ്കിലും വിക്രസ് കാണിച്ചു തുടങ്ങുമ്പോൾ പിതാവ് എന്ത് ചെയ്യും, ഓൻ്റെ ഇഷ്ടമുള്ള ഈ സാധനം എടുത്ത് വലിച്ചെറിയും, അതെടുത്ത് കത്തിക്കും, ഡ്രോയിങ് പുസ്തകം എടുത്ത് വലിച്ചെറിയും. ഇതാണ് അവനെ വേദനിപ്പിക്കാൻ ആദ്യം കണ്ടത്. അത് സ്വാഭാവികമായിട്ടും കടന്നു വരുമ്പോൾ കുട്ടി അതിന്നൊക്കെ മാറാൻ തുടങ്ങിയപ്പോൾ അച്ഛന് പിന്നെ അവനെ പുറത്താക്കി വാതിലടക്കൽ തുടങ്ങി. രാത്രിയിൽ പകല് ചെയ്ത ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരും പറഞ്ഞ് അവനെ പുറത്താക്കി വാതിലടച്ച് അവന് രാത്രി ഇരുട്ടിനെ പേടിയുള്ളവൻ ആർത്ത് കരഞ്ഞ് പല രാത്രിയും അങ്ങനെ കഴിച്ചുകൂടി. അതിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തു നിന്നാണ് അദ്ദേഹം യഹൂദനായിട്ടുള്ള തൻ്റെ പിതാവിനോട് ആദ്യം വല്ലാത്ത ശത്രുത വെച്ചു പുലർത്തി. പിന്നെ ലോകത്തുള്ള യഹൂദന്മാരോട് 6 ലക്ഷത്തോളം വരുന്ന ജൂത സമൂഹത്തെ ചുട്ടുകൊല്ലുന്നതിലേക്ക്, രോഗം കണ്ട അധാർമിക ഒരു കൊലപാതകത്തിലേക്ക് മാറാനുള്ള കാരണം അതാണെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ തുടക്കത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് അത് ക്രിയേറ്റ് ചെയ്തിരുന്നത്? അവരെ ഈ സ്വർഗീയ സമാനമായി അവരെ പഠിപ്പിച്ചു കൊണ്ടുവരാനുള്ള ആ ഒരു സർക്കിൾ ഉണ്ടാക്കി കൊടുത്തില്ല എന്നുള്ളതാണ്. 10-12 വയസ്സാവുന്നതോടുകൂടി അവർ നമ്മളെ വിട്ട് അകലാനും, അവർക്ക് നമ്മളെ വേണ്ടാതാവാനും, മറ്റുള്ളവരിലേക്ക് അവർ പോവാനും, നമ്മൾ പറയുന്നത് അവർക്കൊക്കെ ഒരു തെറ്റായി രൂപത്തിൽ അവർ വ്യാഖ്യാനിക്കാനും, നമ്മൾ പറയുന്ന ഉപദേശങ്ങളെ വെറുപ്പായി മാറാനും കാരണം. അത് 12 വയസ്സ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പറയാണ്, 12 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ആ മകൾ അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത മൊബൈൽ ഫോൺ സ്നേഹത്തോടു കൂടി വാങ്ങിയതാണ്, സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ വാങ്ങിയതാണ്. അത് ആ പിതാവിന് പിന്നെ സ്നേഹമല്ല, മറിച്ച് ആ പിതാവിന്, മാതാവിന് ആ കുട്ടി 12 വയസ്സ് മുതൽ ശത്രുവായി മാറുന്നു. ആ കുട്ടിയുടെ ആ പിതാവ് ആ മകൻ്റെ ശത്രുവായി മാറി. ആ മാതാവ്, ആ പിതാവ് അവൻ്റെ എല്ലാം ത്യജിക്കുന്ന ടോക്സിക്കായി മാറി. ടോക്സിക് ഫാദറായി, ടോക്സിക് മദറായി അവർ മാറുകയാണ്. അതിന് കാരണം എന്താണ്? അവനത് ഈ പറഞ്ഞ അവനോടുള്ള സ്നേഹമുണ്ട്, സ്നേഹത്തിന് കുറവല്ല, മറിച്ച് ആ സ്നേഹം, ആ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് തഖ്വയുടെ കുറവ് വന്നുപോയി. മൊബൈൽ വാങ്ങി കൊടുത്തപ്പോൾ മൊബൈലിൻ്റെ അതിൻ്റെ കൂടെയുള്ള മാനുവലേ നോക്കിയിട്ടുള്ളൂ, അതിൽ തഖ്വ നോക്കിയില്ല. മൊബൈൽ ഫോണിൻ്റെ തഖ്വ നോക്കാതെ നൽകിയ ഒരു പിതാവിന് പിന്നെ തിരിച്ചവന് എന്താപ്പ ഈ ഉമ്മ, എന്താപ്പ ഈ ഉപ്പ, ഈ ആധുനികതയെക്കുറിച്ച് അറിയാൻ പറ്റാത്ത, ഈ ന്യൂ ജനറേഷനെ കുറിച്ച് അറിയാൻ പറ്റാത്ത, ഈ സംവിധാനം, ഈ പുതിയ കാലത്തിൻ്റെ ചുവരൊഴിച്ച് വായിക്കാൻ അറിയാത്ത പിതാവും മാതാവും എന്താ ഓലിങ്ങനെ നമ്മളെ ചൂണ്ടി കുറ്റം പറയുക, ഒരറിവില്ലാത്തവരായി നമ്മളെ ചിത്രീകരിക്കുക. അതിലേക്കെത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സർക്കിളിൽ തഖ്വയും അത് നിറയ്ക്കാത്തത് കൊണ്ടാണ്. ഇങ്ങനെയാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ അവിടെ ചുരുക്കുകയാണ്, അടിസ്ഥാനപരമായിട്ട് അവിടെ ഭയഭക്തിയാണ്, ദൈവഭക്തിയാണ്. രണ്ടാമത്തതാണ് അതിനോട് ചേർന്ന് വരുന്ന സ്നേഹവും കാരുണ്യവും ലാളനയും ഒക്കെ അതിൻ്റെ ഭാഗമാണ് അല്ലേ. പണ്ടത്തെ ശബ്ദമിട്ട് ഒച്ചയിട്ട് വല്യപ്പാനെ പറഞ്ഞ് പേടിപ്പിച്ച്, അല്ലെങ്കിൽ വല്യമ്മാനെ പറഞ്ഞ്, അല്ലെങ്കിൽ ഉപ്പാനെ പേടിപ്പിച്ച് നിർത്തലൊക്കെ അല്ലേ. എൻ്റെ ഉപ്പണ്ട് വരട്ടെ, ഞാൻ ശരിയാക്കി തരാൻ അറിയുമ്പോൾ മോൻ പറയുന്നത് വേണ്ട, ഉപ്പാനോട് ഇങ്ങോട്ട് വരണ്ട, ഉപ്പ ഇവിടെ ഉള്ള, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. ഉപ്പ ഇവിടെ ഉള്ളത് പറഞ്ഞാൽ മതി, ഞാൻ എന്ത് ചെയ്തോളാം, അങ്ങോട്ട് പോയിക്കോളാം. ഇതാണ് മക്കള്.
അപ്പോൾ ഈ രൂപത്തിലേക്ക് അവർ മാറാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വീട്ടിൽ അവർക്കിടയിൽ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അവർക്കിടയിൽ ആ സ്നേഹത്തിൻ്റെ സർക്കിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ, കുടുംബമാകുന്ന ആ സർക്കിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ തഖ്വയുടെ, സൂക്ഷ്മയുടെ, ദൈവബോധത്തിൻ്റെ കുറവാണ്. അപ്പോഴാണ് ഈ ഒരു സദസ്സിൻ്റെ പ്രത്യേകത, അപ്പോഴാണ് ഈ ഒരു കൂടിയിരുത്തത്തിൻ്റെ മഹത്വം അറിയുന്നത്. അല്ലേ? പറഞ്ഞത് കറക്റ്റല്ലേ? ഞാൻ വേഗം ചർച്ചയിലേക്ക് വന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ പോയിൻ്റ് അല്ലെങ്കിൽ പുതിയൊരു ചിന്ത കിട്ടണമെന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഇടപെടാം, സംസാരിക്കാം. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? സത്യസന്ധമായ സംസാരം കടന്നു വരും. കാരണം എന്താണ്? സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? മക്കൾക്കനുസരിച്ചിട്ടല്ല. നമ്മൾ മക്കൾക്കനുസരിച്ച് സംസാരിക്കാൻ തുടങ്ങി, നമ്മൾ മക്കൾക്കനുസരിച്ച് മൊബൈലിനെ കൊടുക്കാൻ തുടങ്ങി. കാരണം ഓൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മക്കൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈലിലേക്ക് പോകണം, ടി വിയിലേക്ക് പോകണം, സോഷ്യൽ മീഡിയയിലേക്ക് പോകണം, ടാബിലേക്ക് പോകണം. മക്കൾക്കനുസരിച്ച് ചെയ്യാൻ തുടങ്ങി, മക്കൾക്കനുസരിച്ച് മാറ്റാൻ തുടങ്ങി എൻ്റെ സംസാരം, മക്കൾക്കനുസരിച്ച് എൻ്റെ പ്രവർത്തനം. അങ്ങനെയല്ല, പിന്നെ സത്യസന്ധമായ തഖ്വക്കനുസരിച്ച് എന്ത് ചെയ്യണം? എൻ്റെ സംസാരത്തെ മാറ്റണം. തഖ്വക്കനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും? ബഹുമാനം നൽകണം. ഇപ്പം മക്കൾ ഉപ്പാനെ ബഹുമാനിക്കുകയാണോ, ഉപ്പ മക്കളെ ബഹുമാനിക്കുകയാണോ ഇപ്പോൾ ചെയ്യണത്? പല കുടുംബത്തിലും തിരിച്ചാണ്. ബഹുമാനിക്കല്ല, പക്ഷേ അതിലൊക്കെ ആ സർക്കിളിൻ്റെ ആ ഒരു ഗതി, അതിന് ആകൃതിയൊക്കെ മാറി തുടങ്ങി. രക്ഷിതാവിന് പാരൻസ് മീറ്റിങ്ങിൽ ഒന്നും പറയാൻ പറ്റൂല. കാരണം എന്താ? മക്കളെ പേടിയാണ്. മക്കളെന്തെങ്കിലും കൈ മുറിച്ചെന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷെ മക്കൾ അങ്ങനെയാണ്, മക്കളോട് എതിർത്ത് പറയാൻ പറ്റാത്ത അവസ്ഥ. ഈ രൂപത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ മാറ്റി സത്യസന്ധമായ സംസാരത്തിലേക്കും പരസ്പരം അവർക്കിടയിൽ ബഹുമാനം നിലനിർത്താനും പരസ്പരം അവർക്കിടയിൽ സ്നേഹം നിലനിർത്താനും അവർക്ക് ദിശ നിർണയിച്ചു കൊടുക്കാനും അവരുടെ ജീവിതത്തിൽ ഇടപെടാനുമൊക്കെ മക്കൾക്കനുസരിച്ചിട്ടല്ല, കുടുംബത്തിനനുസരിച്ചിട്ടല്ല, സമൂഹത്തിനനുസരിച്ചിട്ടൊന്നുമല്ല, മറിച്ച് ദൈവഭക്തിക്കനുസരിച്ച് നമ്മൾ മാറ്റിയാൽ മാറാവുന്ന പ്രശ്നമുള്ളൂ. അതിനുള്ള പൂർണ്ണമായ ജീവിതം സർവശക്തൻ നമുക്ക് കാണിച്ചു തന്നു. ഓക്കെ, ആ ഭാഗം മനസ്സിലായിട്ടുണ്ടാവും. എവിടെയെങ്കിലും ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ, കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ പറയാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാണ്ടെങ്കിൽ പറയാം, ഞാൻ പറഞ്ഞതിന് തിരുത്തുണ്ടെങ്കിൽ അതിൽ ഇടപെടാം. അതാണ് ഒന്നാമത്തെ വിഷയം. അല്ലേ? ഇവിടെയൊക്കെ നമ്മളെക്കാട്ടിലൊക്കെ കുടുംബം നോക്കി പരിചയമുള്ള ആൾക്കാരാണ്. ഞാൻ കുടുംബജീവിതം നയിക്കുന്നതും ഇവിടെ തന്നെയാണ്. എൻ്റെ ഉമ്മയും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടേനു. അപ്പോൾ അവർക്ക് നമ്മൾക്ക് ഓരോരുത്തർ നമ്മളിത് പഠിച്ചത് കുടുംബജീവിതം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, അതുകൊണ്ടാണ് ഞാൻ ആ രൂപത്തിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം നമ്മുടെ മനസ്സാണ്. അതിൽ വരുന്ന സ്വർഗതുല്യമായ, സ്വർഗം നേടാനുള്ള, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ചില പാട്ട് വരുന്നൊരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാക്കണം. സ്വർഗത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു അവിടെ സലാം എന്നുള്ള വാക്കല്ലാതെ ഒന്നുമില്ല, ഏഷന് പരിദൂഷണങ്ങളില്ല. അവിടെ എത്തുന്ന ആളുകൾ പരമപരിശുദ്ധരാണ്. അവിടെ മുത്തഖീങ്ങളുള്ളൂ. ഉഇദ്ദത്തുലിൽ മുത്തഖീൻ, ശുദ്ധരുള്ളവിടെ. അവിടെ അശുദ്ധികൾ ഉണ്ടെങ്കിൽ അത് ഇപ്പുറത്ത് ശുദ്ധീകരിച്ചിട്ട് ഹൗദുൽ കൗസർ കുടിപ്പിച്ചിട്ട് സൽസബീലിൽ ആ ഉറവ് കുളിപ്പിച്ചിട്ടാണ് അവരങ്ങോട്ട് പറഞ്ഞേക്കുക, സ്വർഗത്തേക്ക് പറഞ്ഞേക്കുക. സ്വർഗത്തിലൊന്നുമില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. നമ്മളിടയിൽ കുറേ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ വേസ്റ്റ് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് കത്തിച്ച് കളയും, അത് ഉരുക്കി കളയും, അത് വെൻഡിങ് മെഷീനിലിട്ടിട്ട് എന്ത് ചെയ്യും? അത് ആ രൂപത്തിൽ എന്ത് ചെയ്യും? ഒഴിവാക്കും. ഇതന്നെ അവിടെ സംഭവിക്കുന്നത്. അത് നരകത്തിൽ കുറേ കത്തിച്ച് കളയേണ്ടതുണ്ട്, അത് കത്തിച്ച് കരിച്ചു കളയും. ശരീരത്തിൽ വന്ന ക്യാൻസറിനെ ലേസർ ചികിത്സ എന്താ ചെയ്യണത്? അതിനെ കരിച്ചു കളയാണ്. റേഡിയേഷൻ എന്താ? കരിച്ചു കളയലാണ്. സത്യത്തിൽ ഇതന്നെ ചെയ്യണത്. അള്ളാഹു അവിടുന്ന് കുറച്ച് ആൾക്കാരെ സ്വർഗത്ത് പറഞ്ഞേക്കാം, കുറച്ച് ആൾക്കാരെ അവിടെ അവരെ ദുനിയാവിലും ആഖിറത്തിലും ഷെറാണ്. ഷെറ് നമ്മളെന്താ ചെയ്യുക? അത് കത്തിച്ചു കളയും, ഉരുക്കിക്കളയും. അതേപോലെ തന്നെ അവിടെ കത്തിക്കുന്ന നരകാണ്. അത്രേ ഉള്ളൂ. അതവിടുത്തെ കാര്യം. ആയിക്കോട്ടെ. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു മനസ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യലാണ്. സ്വർഗത്തിന് വേണ്ടി ഒരു മനസ്സിനെ ക്രിയേറ്റ് ചെയ്യാത്തൊരു പ്രശ്നമാണ് സത്യത്തിൽ നമുക്കും നിങ്ങൾക്കും നമ്മൾക്കിടയിലുള്ള മെയിൻ പ്രശ്നത. മനസ്സിനെയാണ്. അല്ലേ? ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആര് ആ ആത്മാവിനെ ശുദ്ധീകരിച്ചോ അവൻ അഫ്ലഹ, ഖദ് അഫ്ലഹ എന്ന് പറഞ്ഞത് അവൻ അങ്ങേയറ്റം
വിജയിച്ചു. എവിടെ വിജയിച്ചു? എവിടെ വിജയിച്ചത്? എവിടെയും വിജയിച്ചു. എവിടെയും സാമ്പത്തിക രംഗത്ത്, ശാരീരിക കുടുംബ രംഗത്ത്, വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ഇടപെടലുകളിൽ, ജോലിയിൽ, എവിടൊക്കെ അവന് വിജയിച്ചു. നല്ല കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ എവിടെ പോകേണ്ടത്? നമ്മുടെ മനസ്സിലേക്കാണ് പോകേണ്ടത്. പരീക്ഷയിൽ നല്ല A+ കിട്ടണം, എവിടെയൊക്കെ പോകേണ്ടത്? മനസ്സിനെയാണ് ക്രമീകരിക്കേണ്ടത്. മനസ്സിന് അതിന് സിഖത്തുൻ നഫ്സ് എന്ന് പറയും. എന്ത് ചെയ്യും? കോൺഫിഡൻസ് ഉണ്ടാക്കൽ എവിടെ? ആ മനസ്സിൻ്റെ സിഖത്താണ്. അത് അവിടെയാണ് പരീക്ഷക്കഥ വേണ്ടത്. അങ്ങനെ ആ മനസ്സിനെ ആ രൂപത്തിൽ ക്രമീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടുന്ന വളരെ സുപ്രധാനമായ ചില നിർദ്ദേശങ്ങളാണ് അതിൻ്റെ കൂടെ ചേർക്കാനുള്ളത്. വേഗം പറഞ്ഞിങ്ങനെ പോകണുള്ളൂ. മനസ്സിനെ എങ്ങനെ നമുക്ക് ശക്തിപ്പെടുത്താം? ആത്മാവ് അല്ലേ, മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ ആത്മാവുണ്ടല്ലോ, മനുഷ്യൻ്റെ ആത്മാവ് അല്ലേ, മനുഷ്യൻ 2 പാർട്ടാണ്. ഒന്ന് അവൻ്റെ ഫിസിക്കലി, മറ്റൊന്ന് മെൻ്റലി. അവൻ്റെ ആത്മാവ്, ആ ജീവിതമാകുന്ന മനുഷ്യൻ്റെ ആത്മാവ് ജീവിതത്തിൻ്റെ ഒരു സാഗരത്തിൽ, നമുക്കൊരു ലൈഫുണ്ടല്ലോ, ആ കടലിൽ ഇങ്ങനെ സഞ്ചരിച്ചിരിക്കുന്ന കപ്പലാണ്. നമുക്കൊരു ലൈഫുണ്ട്, 60 വയസ്സ്, 65 വയസ്സ്. ആ 65 വയസ്സുള്ള ഒരു സാഗരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണെന്ത്? നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ്. അതിൻ്റെ ഡ്രൈവർ, അതിൻ്റെ കപ്പിത്താൻ, ക്യാപ്റ്റന് തക്കുവയാണെങ്കിൽ എന്ത് ചെയ്യും? അത് ലക്ഷ്യസ്ഥാനത്തേക്ക് പോവും. ആ തക്കുവ കുറയുന്നതിനനുസരിച്ച് അല്ലേ, ഇപ്പോൾ ഉദാഹരണത്തിന് നേർരേഖയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നൊരു ഫ്ലൈറ്റ്, ഒരു കപ്പൽ, അത് തുടക്കത്തിൽ ഒരു ചെറിയ അംശം ഒന്ന് തെറ്റി, കുറച്ച് തെറ്റിയുള്ളൂ കേട്ടോ, അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴേക്ക് എത്രയോ മാറിയിട്ടുണ്ടാവും. കാരണം എന്താണ്? ആ ചെറിയ തെറ്റിലാണ് പിന്നെ പോണത്. ആ ചെറിയ തെറ്റിൽ, തുടക്കത്തിൽ തെറ്റിയ തെറ്റിൽ ഒടുക്കത്തിലെത്തുമ്പോൾ എന്താവും? അത് എത്രയോ ദൂരം. നമുക്കൊരു കോമ്പസ് വെച്ച് നമ്മൾ വരയ്ക്കലുണ്ട്, ചെറിയ ഒരു പാളിച്ചയിൽ പിന്നെ അതിൻ്റെ യാത്ര അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോഴേക്കും എത്രയോ തെറ്റിയിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മുടെ ആ സാഗരത്തിലൂടെ അതിൻ്റെ അമരത്തെ നയിക്കുന്ന ഡ്രൈവർ, ആ ഡ്രൈവറിൻ്റെ പവർ അനുസരിച്ചിരിക്കും, അവൻ്റെ ക്വാളിറ്റി അനുസരിക്കും വഴിതെറ്റലും വഴിമാറലും ലക്ഷ്യത്തിലെത്തലും. അങ്ങനെ വരുമ്പം യഥാർത്ഥ ശക്തി ശരീരത്തിലാണോ മനസ്സിനാണോ? യഥാർത്ഥ ശക്തി അപ്പം എതിനാണ്? മനസ്സിനാണ്. മനസ്സിനെ നിയന്ത്രിക്കുന്ന ആ ക്യാപ്റ്റനെ നയിക്കുന്നതനുസരിച്ചാണ് ഈ ശരീരം പോണ് അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനെ യഥാർത്ഥ ശക്തിയും യഥാർത്ഥ സമ്പത്തും യഥാർത്ഥ ദൃഢതയും ഉൾക്കാഴ്ചയും വ്യക്തിത്വവും ഒക്കെ എന്തു ചെയ്യും? അതൊക്കെ ആ ദൃഢത വരുന്നത് ആ മനസ്സിനാണ്. അങ്ങനെയുള്ള ആ മനസ്സിനെ നശിപ്പിച്ച് പോവാതെ നമ്മൾ നോക്കണം, അതിനെ ശ്രദ്ധിച്ച് കൊണ്ടുനടക്കാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ ആ ബുദ്ധിയെയും മനസ്സിനെയും ഒക്കെ അതിൻ്റെ ദുർബലതയിലേക്ക് പോകുന്ന ചില സ്വഭാവങ്ങൾ നമ്മളെടുത്തുണ്ട്. അതിനെ വല്ല വെട്ടി മാറ്റണം. അതാണ് ആദ്യം സൂചിപ്പിക്കാനുള്ളതാ, മെല്ലെ വെട്ടിമാറ്റുക. ഒന്നാമത്താണ് അഹങ്കാരം. ഫസ്റ്റത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ മനസ്സിലൊരു കടുകുമണിയോളം അഹങ്കാരം ഉണ്ടെങ്കിൽ വിറക് തീ തിന്നുന്നത് പോലെ നന്മ മുഴുവൻ തിന്നുപോകും. ചെയ്യുന്ന നന്മ മുഴുവനും ആ അഹങ്കാരം എന്ത് ചെയ്യും? അത് തിന്ന് നശിപ്പിച്ചു കളയും. അതുമാത്രമല്ല, അഹങ്കാരം കടന്നു വന്നാൽ പിന്നെ അവന് പുരോഗതി ഉണ്ടാവില്ല, അധോഗതിയാണ്. കാരണം എന്താ? എന്നെ പഠിപ്പിക്കാൻ ഓനായിട്ടില്ല, എന്നെ ഉപദേശിക്കാൻ ആയിട്ടില്ല, മറ്റൊരാളെ കേൾക്കാൻ കഴിയില്ല, മറ്റൊരാളെ അഭിപ്രായം സ്വീകരിക്കാൻ കഴിയില്ല, തൻ്റെ തെറ്റ് തിരുത്താൻ കഴിയില്ല, നല്ലൊരു കാര്യം പഠിക്കാൻ കഴിയില്ല അല്ലേ? നല്ലൊരു മനസ്സ്, ആ അഹങ്കാരം കടന്നോടുകൂടി ഞാൻ പിന്നെ പഠിക്കൂല, എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തെറ്റി നിൽക്കുന്ന ഞാൻ എന്ത് ചെയ്യും? കോണിലേക്ക് പോയി ഞാൻ പിഴച്ചു പോകും. അപ്പോൾ അഹങ്കാരം നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതൊരു കടുകുമണിയോളുടെ വിനോ സ്വർഗത്ത് പ്രവേശിക്കൂല നബി പറഞ്ഞു, ഉറപ്പാണ്. അങ്ങനെ കൂടുതൽ വിശദീകരിച്ച ഹദീസിലേക്കൊന്നും പോകുന്നില്ല. ആ പഠനവുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയിൽ പറയാണ്, അതെന്ത് ചെയ്യും? നമ്മളെ അന്ധതയിലേക്കും ഒറ്റപ്പെടലിലേക്കും നമ്മളെ നന്മ നഷ്ടപ്പെട്ട് തിന്മയിലേക്ക് വഴി നടക്കാനും വന്നുപോയ തെറ്റു തിരുത്തി ഇനി വളരാനുള്ളത് വളർച്ച മുരടിച്ചു പോവാൻ ആ അഹങ്കാരം അത് കാരണമായി തീരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതേ കൂട്ടത്തന്നെ പറഞ്ഞാണ് അസൂയയും അതുപോലെ പറഞ്ഞാണ്. അഹങ്കാരത്തിൻ്റെ കൂടെ തന്നെയാണ് ഈ വിറക് തിന്നുന്ന പോലെ തിന്നുന്ന കാര്യവും ഒക്കെ പറഞ്ഞ അസൂയ അതിന് പെട്ടതാണ്. പിശാച് കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ദുസ്വഭാവമാണ്. അത് നമ്മളെന്ത് ചെയ്യും? ഒരു വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഒരാൾ അവൻ്റെ ശരീരത്തെ തന്നെ നശിപ്പിക്കുകയാണ്.
അവൻ്റെ ശരീരത്തിലെ ഷെല്ലുകൾക്ക് തന്നെ അത് അവന് നാശമാണ്. അതോടൊപ്പം ഈ അഹങ്കാരവും അസൂയയും കൊടുന്നവരോടി വ്യക്തിബന്ധങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ കുടുംബ ബന്ധം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് തെറ്റിത്തുടങ്ങും. അതിങ്ങനെ മനസ്സുകൾ പരസ്പരം ചിതറിത്തുടങ്ങും. സ്വന്തം വ്യക്തിത്വത്തെ കെട്ടിപ്പടുക്കുന്നത് ഇല്ലാതെയായി പോകും. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ പോവും. അസൂയ കടന്നു വരുമ്പോൾ, അഹങ്കാര കാണുമ്പോൾ, സത്യം ഉൾക്കൊള്ളാൻ കഴിയാതെ അല്ലേ, സത്യത്തെ തള്ളിക്കളയലും മറ്റുള്ളവരെ ചെറുതായി കാണലും, ഇതൊക്കെയാണല്ലോ അഹങ്കാരം അതൊക്കെ പറയുന്നത്. സത്യത്തെ തള്ളിക്കളയാം. അപ്പോൾ സത്യത്തെ അവൻ എന്ത് ചെയ്യും, തള്ളിക്കളയും. മറ്റുള്ളവരെ, ഇപ്പോൾ ഒരു ചെറിയ ആളാണെങ്കിൽ പോലും അവർ പറയുന്ന ആ നന്മ എന്ത് ചെയ്യും, അതിനെ അംഗീകരിക്കാതെ വരും, അത് മറ്റുള്ളവരെ ഉൾക്കൊള്ളാതെ വരും. ഇങ്ങനെയൊക്കെ വരുന്ന സ്വഭാവം കടന്നു വരുന്നതോടുകൂടി അത് നമ്മളെങ്ങനെ അറിയാണ്ട് നമ്മളെ ബാധിക്കും. നമ്മൾ ചെയ്ത് നേടിയെടുത്ത അറിവ് പോലും വിറക് തീ തിന്നുന്നത് പോലെ നമ്മളുടെ അടുത്തുള്ള നന്മ മുഴുവനും തിന്നു തീരും. ഈ നന്മയില്ലാത്തവൻ അവനാണ് ഈ കുടുംബം നോക്കണമെങ്കിലോ, അവനാണ് ഈ സംഘടനയെ കൊണ്ട് നടക്കുന്നെങ്കിലോ, അപ്പം അത് വ്യക്തികൾക്കിടയിൽ വിള്ളലുണ്ടാവും, പരസ്പരം ആളുകൾക്ക് അനൈക്യങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ കാരണക്കാർ അല്ലാഹുവല്ല, പിന്നെ ആരാണ്? നമ്മളാണ്. നമ്മൾ എന്നാൽ ഞാനാണ് പ്രശ്നം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞില്ലേ, ലോകം നന്നാവണമെങ്കിൽ നീ നന്നായാൽ മതി, ഞാനാണ് മാറേണ്ടത്. ഖുർആൻ പറഞ്ഞില്ലേ, നീ മാറാതെ, സ്വയം മാറാതെ അല്ലാഹു അല്ലേ ഒരാളെയും അല്ലാഹു മാറ്റുകയില്ല. സൂറത്തു റഅദിലെ 11-ാമത്തെ വചനം. അപ്പോൾ ആ ഒരു ചിന്തയാണ്, ആ ഒരു ഇതാണ് അവിടെ വരുന്നത്. അപ്പോൾ 2 പറഞ്ഞു, അഹങ്കാരവും അതേപോലെ തന്നെ അസൂയയും. 3-ാമത്തെ അമിതമായ കോപം. അതേപോലെ തന്നെ വികാരങ്ങളെ നിയന്ത്രിക്കാതിരിക്കുക. അമിതമായ കോപം വരുമ്പോൾ എന്ത് ചെയ്യും, അതും ആൾക്കാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ശരീരത്തിന് തന്നെ ബാധിക്കും. കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നോർമലി വരുന്ന ഹോർമോൺ മാറിയിട്ട് അവിടെ എമർജൻസി ഹോർമോൺ വരും. ഏതാ എമർജൻസി ഹോർമോൺ? ഏതാ? അഡ്രിനാലിൻ പോലെയുള്ള, ശരീരത്തിന് ഇപ്പം ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്, വൈകുന്നേരം വരെ ജോലി ചെയ്ത് ക്ഷീണമുണ്ട്, ഉറക്കുണ്ട്, 9 മണി ആവാറായി, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് താഴ്ന്ന ഒരു പൊടുന്നന ശബ്ദം കേൾക്കുമ്പോൾ ഒരു ക്ഷീണവും മറക്കാതെ ഓടിയെടുക്കുന്നു രക്ഷാപ്രവർത്തനത്തിൽ മുഴുകുവാൻ വേണ്ടി. എൻ്റെ ശരീരത്തിലേക്ക് ആവശ്യമായ എമർജൻസി ഹോർമോണാണ് അഡ്രിനാലിൻ. അഡ്രിനാലിൻ പോലെയുള്ള ഹോർമോണുകൾ പ്രവർത്തിക്കുകയും നാഡീവ്യൂഹത്തെ തന്നെ അത് ബാധിക്കുകയും ശരീരത്തെ തളർത്തുകയും മനുഷ്യൻ്റെ ക്ഷീണം വർദ്ധിപ്പിക്കുകയും ശാന്തതയും സ്വസ്ഥതയും നഷ്ടപ്പെടുത്തുവാൻ അത് കാരണമായി തീരും. ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ല ചിന്തയിലേക്ക് പോകാനും നല്ല സൽക്കർമ്മം ചെയ്യുവാനും വികാരത്തോടുകൂടി അല്ലെങ്കിൽ വിവേകത്തോടുകൂടി പെരുമാറുന്ന മാറിയിട്ട് അവിവേകം പ്രവർത്തിക്കുവാനും വളരെ കുപിതനായി നിൽക്കുന്ന സമയത്തെടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ, മനഃശാസ്ത്രം പറഞ്ഞതുപോലെ അത്തരം സന്ദർഭങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെ എന്ത് ചെയ്യും, പ്രയാസങ്ങൾ സൃഷ്ടിക്കാനുമായി. കാരണം കൂടുതൽ വിശദീകരിച്ചു പോകുന്നില്ല, സമയം അങ്ങനെ അധികരിച്ചതുകൊണ്ട്. അപ്പോൾ അവിടെ അമിതമായ കോപവും മറ്റൊക്കെ വികാര നിയന്ത്രണത്തിൽപ്പെട്ടതാണ്. പിന്നെ 4-ാമത്തെ മടിയും ഉദാസീനതയും ഒക്കെ മാറ്റിവെക്കുക. നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു ലോട്ടറിയുടെ നാളെയിലേക്ക് പോകുന്നത് അതെന്ത് ചെയ്യും, നമ്മുടെ ഈ പറഞ്ഞതിൽ മനസ്സിനെ ഒക്കെ അത് ബാധിക്കാൻ കാരണമായി തീരുകയും അത് നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, നമ്മളെ വളർത്തുന്നതിൽ നിന്ന് അതിൻ്റെ ഊർജത്തെ മാറ്റിയെടുക്കുന്നതിലേക്ക് എത്തും. പിന്നെ അതിൻ്റെ കൂടെ നുണയും വഞ്ചനയും കാപ്പട്യവും അല്ലേ. കാപ്പട്യം എന്ന് പറഞ്ഞാൽ 2 സ്വഭാവമാണ്. 2 സ്വഭാവം കൊണ്ട് നടക്കുമ്പോൾ രണ്ടും ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ പോകും. കാരണം 2 കയ്യിലുണ്ടാകുമ്പോൾ മനുഷ്യന് പ്രത്യേകത ഉണ്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നേ അവന് ഫോക്കസ് ചെയ്യാൻ കഴിയുള്ളൂ, ഒന്നിലേക്ക് ശ്രദ്ധിച്ചാൽ അവ പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. 2 അവൻ്റെ അടുത്ത്. 2 മനസ്സാണ്. വിശ്വാസത്തിൽ 2, പ്രവർത്തനത്തിൽ 2, അവൻ്റെ കുടുംബവുമായി ഇടപഴകുമ്പോൾ 2. ഈ 2 കടന്നു വരുന്നതോടുകൂടി 2നെയും നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയാതെ 2ലും പൂർത്തിയാക്കാൻ കഴിയാത്തൊരു ജീവിതമായിരിക്കും അവനുണ്ടാവുക. അത് വിശ്വാസത്തിലുമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ 2 മിഥ്യധാരണകളുടെ മാനസിക അസ്വസ്ഥതകളുടെ ഈ വലയിൽ ഇങ്ങനെ അകപ്പെട്ടിട്ട് അവൻ എന്ത് ചെയ്യും, കാപ്പട്യം നേരത്തെ പറഞ്ഞ സത്യസന്ധയെ നശിപ്പിച്ചിട്ട് അവിടെ ഈ 2 മുഖങ്ങളുമായി ജീവിക്കുന്നവന് അവനെന്ത് ചെയ്യും, അതിനെ ഛിന്ന ഭിന്നമാക്കി സത്യസന്ധതയെ തന്നെ 2 പീസാക്കാനും പ്രവർത്തനത്തെ 2 അങ്ങനെ അതിലേക്ക് അവന് ഏകീകരണമില്ലാതെ ഫോക്കസിങ് ഇല്ലാതെ പ്രവർത്തനം
അത് നല്ല രൂപത്തിലാവാതെ പോവാൻ അത് കാരണമായി തീരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അമിതമായ ആഗ്രഹങ്ങൾ, അങ്ങനെയാവണം, എൻ്റെ മക്കൾ ഇങ്ങനെ ഉയരണം, ഞാനും കുടുംബം ഈ രൂപത്തിലെത്തണം, എൻ്റെ ജോലി ഞാൻ ഇങ്ങനെ എത്തണം, ഇങ്ങനെ അമിതമായ ആഗ്രഹങ്ങളും അതേപോലെ തന്നെ ദുഷ്ചിന്തകളെ, അത്തരം പ്രേരണകളെ പിന്തുടരുന്നതും, അമിതമായ പരാതി പറച്ചിൽ, എപ്പോഴും പരാതി കണ്ടെത്തുക, അല്ലേ, എപ്പോഴും പരാതി പറയുക. ഇങ്ങനെ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് നമസ്കരിക്കാൻ വേണ്ടി സലാം വീട്ടി കഴിഞ്ഞ ഉടനെ തന്നെ തൊട്ടപ്പുറത്തുള്ളവൻ്റെ കാലിൻ്റെ അടിയിൽ വുളു കൊടുത്തതിന് ശേഷം എന്തോ ഒരു സംഗതി കാലുമലായിന്. അതപ്പോത്തിന് അദ്ദേഹം കണ്ടു. എന്നിട്ട് അത് ചൂണ്ടി പറയാണ്, നീ വുളു കൊടുത്തതിന് ശേഷം എൻ്റെ കാലിൻ്റെ അടിയിൽ എന്നുള്ളൂ. നോക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം വന്നതല്ല, നല്ല ജോലി കഴിഞ്ഞ് വന്നപ്പം ഈ പ്ലാവിൻ്റെ വിളഞ്ഞ് കറയായതാ, അതാണ് കാലുമൽ. അതപ്പോത്തിന് കണ്ട്. അപ്പം സ്വന്തം കണ്ണിലെ വലിയ കമ്പ് കാണാതെ മറ്റുള്ളവൻ്റെ ചെറിയ കരട് അന്വേഷിച്ച് നടക്കുവാനുള്ളൊരു സ്വഭാവം, അമിതമായ പരാതി പറച്ചിൽ, മറ്റവൻ്റെ പരാതി, അതെല്ലാവർക്കും മറ്റുള്ളവരുടെ എല്ലാ കാര്യവും അറിയുകയും സ്വന്തത്തിൻ്റെ കാര്യം അറിയാതിരിക്കുകയും അങ്ങനത്തെ ഒരവസ്ഥ. പിന്നെ ഈ ഒറ്റപ്പെട്ട് നിൽക്കുക, സംഘടനയിലും സംഘത്തിലൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട് താമസിക്കുക, ഒന്നിച്ച് ഒറ്റക്ക് നിൽക്കുക. അങ്ങനെ ഒറ്റപ്പെട്ടവൻ എപ്പോഴും പിശാചി പിടിച്ചു കൊണ്ടുപോകാനൊക്കെ ഉള്ള രൂപത്തിൽ ഒന്നിച്ച് പറഞ്ഞു മാത്രം സമയം കുറവായതുകൊണ്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. നേരത്തെ പറഞ്ഞ മനുഷ്യ ജീവിതത്തിൽ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന കുറേ ദുസ്വഭാവങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത് സൂചിപ്പിച്ച അഹങ്കാരവും ഗർവും പൊങ്ങച്ചവും അസൂയയും വിദ്വേഷം വെച്ച് പുലർത്തൽ, അമിതമായ കോപം, അതുപോലെ വികാരങ്ങളെ നിയന്ത്രിക്കാതിരിക്കൽ, അതോടൊപ്പം തന്നെ മടിയും ഉദാസീനതയും വരിക, പിന്നെ നുണയും വഞ്ചനയും കാപ്പട്യവുമുള്ള ജീവിതം നയിക്കുക, പിന്നെ അമിതമായ ആഗ്രഹങ്ങളും ദുർവാസനകളെ പിന്തുടരുന്നതും, അമിതമായ പരാതി പറച്ചിലും, അതോടൊപ്പം ആ രൂപത്തിലുള്ള നന്ദികെട്ട ജീവിതം നയിക്കലും, ഒറ്റപ്പെട്ട് സ്വയം ഒതുങ്ങിക്കൂടലും, അല്ലേ, മറ്റവരെ കൂടെ ഒന്നും കൂടൂല, IGM ഉണ്ടാവില്ല, ISM ഉണ്ടാവില്ല, MSM അത്തരം ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ വ്യക്തിയെ അവൻ്റെ വ്യക്തിയുടെ ലക്ഷ്യത്തിലേക്ക്, വ്യക്തിയെ സംസ്കരിച്ചെടുക്കുന്നതിലേക്ക്, അവൻ്റെ വളർച്ചയിലേക്ക്, നേരത്തെ പറഞ്ഞ ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്ന പരിധിയിലേക്ക് ഉയർത്താൻ അത് തടസ്സം നിൽക്കും. അപ്പോൾ ആ സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ചെടുക്കും. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അത് നമ്മൾ ആ രൂപത്തിൽ പഠിച്ചെടുത്ത് മുന്നോട്ട് പോകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ ഒരു സഹാബി വൈദ്യം വന്നപ്പോൾ പറഞ്ഞില്ലേ, പ്രവാചകരെ ഏറ്റവും നല്ല സ്വഭാവം സ്വീകരിക്കാൻ പറ്റിയ ഒരു ഉപദേശം നൽകണം എന്ന് പറഞ്ഞപ്പോൾ എന്താ, നീ ദേഷ്യം പിടിക്കരുതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നബി എന്നോട് ചേർത്ത് പറയുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും ശക്തനാരാ? അല്ല മസിൽ പവറുള്ളവനല്ല, പിന്നെ കോപത്തെ നിയന്ത്രിച്ചു നിർത്തുന്നവനാ. അപ്പോൾ അവിടെ മുതൽ നമ്മളൊക്കെ നിർദ്ദേശം നബിയുടെ ജീവിതത്തിൽ എടുത്തു കൊണ്ടുവരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ പത്നിമാരുടെ കൂടെ ഓട്ട മത്സരത്തിലാണ്, അവരെ കൂടെ കുട്ടികളുടെ കൂടെ കളിക്കുക, ഒട്ടകമായി കളിക്കുക. നബി നാവ് പുറത്തോട്ടിടുകയാണ്. പേരക്കുട്ടി നാവ് പിടിക്കാൻ നോക്കുമ്പോൾ നാവ് ഉള്ളിക്കിടുക, താടി പിടിച്ച് വലിക്കുക, വീണ്ടും നാവ് പുറത്തോട്ടിടുക, കളിക്കുക, ഒട്ടകമായി കളിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ എല്ലാം ആ വ്യക്തി ജീവിതത്തിൽ അത് കണ്ടെടുക്കാൻ കഴിയും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇങ്ങനെയാണ് രണ്ടാമത്തെ സംഗതി. അപ്പോൾ രണ്ട് കാര്യം ഇപ്പം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനിയൊരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. പിന്നെ നമുക്ക് ചർച്ചയിലേക്ക് സമയം കഴിഞ്ഞിട്ടുണ്ട്, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 2 കാര്യമാണ് ഇവിടെ സംസാരിച്ചു. ഒന്ന്, നമ്മുടെ വീട് ആ സ്വർഗീയ സമാനമായി മാറണം, ഒരു ഇടമായി മാറണം. 2, നമ്മുടെ മനസ്സ് അതിനെ പാകപ്പെടുത്തണം. ഇങ്ങനെ പാകപ്പെടുത്തി കഴിഞ്ഞ ആൾക്ക് ധാരാളം കാര്യങ്ങൾ ആ സ്വർഗത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. അതിന് കൂടുതൽ അറിവും ധാരാളം അറിവുള്ള വലിയ PhD ഉള്ള ആളായി തീരണം, ജോലി കിട്ടണം, അങ്ങനൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ഒറ്റ സംഭവം മാത്രം പറഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കുക. തിരിച്ചറിവുണ്ടാവുക. കാര്യങ്ങൾ തിരിച്ചറിവുണ്ടാവുക. അറിവും തിരിച്ചറിവും രണ്ടും രണ്ടാ. അവിടെ ഒരു തിരിച്ചറിവുണ്ടാവുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ നമ്മളെ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നതാണ് നമ്മുടെ എന്താ പറയുക വിദ്യാഭ്യാസ യോഗ്യതയും നമ്മളുടെ സ്ഥാനവുമൊക്കെ വലിയ അഭിമാനത്തോടു കൂടി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതേപടി കണ്ട് വളർന്ന് തോഹ എന്ന അധ്യായത്തിലൂടെ ഇസ്ലാം മതം സ്വീകരിച്ച് 2ാം ഖലീഫയായി ജീവിതം നയിച്ചിട്ടുള്ള ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾ 3ാമത്തെ ഖലീഫയെ തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ മോനെ തിരഞ്ഞെടുക്കരുതെന്ന് പറയുന്നുണ്ട്. ഇബ്നു ഉമറിനെ ആ ലിസ്റ്റിൽ പെടുത്തരുതേ എന്ന് പറയുന്നുണ്ട്. കാരണം അത്ര വലിയ ഉത്തരവാദിത്വം
അങ്ങനെ ഉത്തരവാദിത്വം നിർവഹിച്ചു പോയ ഒരു മനുഷ്യൻ പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൻ്റെ വർഷങ്ങൾ കഴിഞ്ഞ്, ഒന്നാം ഖലീഫയുടെ കാലഘട്ടം കഴിഞ്ഞ് രണ്ടാം ഖലീഫയായി ഭരണം നിൽക്കുന്ന സമയത്ത് വേഷപ്രച്ഛന്നനായിട്ട് ഇങ്ങനെ പോവാണ്. ആ സമയത്താണ് തൻ്റെ മകനെ വേണ്ടി ഒരു ഇണയെ കണ്ടെത്തുന്നത്, അല്ലേ? പാൽക്കാരി പെൺകുട്ടിയെ, വിശ്വാസിനിയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇണയെ കണ്ടെത്താൻ അങ്ങനെയാണ്. അങ്ങനെ അദ്ദേഹം ആ യാത്രക്കടയിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു ഉമ്മ പ്രഭാതത്തോടടുത്ത് അല്ലെങ്കിൽ രാത്രിയുടെ അന്ത്യസമയത്ത് പ്രാർത്ഥനക്കടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്രേഷ്ഠമാക്കിക്കൊണ്ട് ഫളിലാക്കിക്കൊണ്ട് ചില ബൈത്തുകൾ പാടുന്നത് കേൾക്കുക. യാത്രക്കടയിൽ ഒരു കൂര വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഉമ്മയുടെ ബൈത്ത് ഇങ്ങനെ കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കിക്കൊണ്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയുടെ വാർത്ത കേട്ടിട്ട്, പാട്ടുകൾ കേട്ടിട്ട്, ബൈത്ത് കേട്ടിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുക. ആ വീട്ടിൻ്റെ ഉമ്മറത്ത് അവിടുത്തെ സ്റ്റെപ്പിൽ അവിടെ ഇരിക്കുക. എന്നിട്ട് അവിടുന്ന് കരയുക. നബിയെ ഓർമ്മ വന്നിട്ട് കരയാണ്. നേരം പുലരുവോളം കരഞ്ഞിട്ട് നേരം പുലർന്നിട്ട് അവർ എണീറ്റ് പോകണമെന്നുള്ളത് ഉമർ ബിൻ ഖത്താബ് എന്നുള്ളൊരു വലിയ തടിച്ചൊരു ഗ്രന്ഥന അതിലൊരു ഭാഗം അങ്ങനെ ഒരു വായിച്ചു പോയൊരു ഓർമ്മ വരികയാണ്. അങ്ങനെ നബിയെ സ്നേഹിച്ച് കടന്നുപോയ മനുഷ്യൻ്റെ ഈ മകനുണ്ടല്ലോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇങ്ങനെ ഒട്ടകപ്പുറത്ത് മരുഭൂമിയിലൂടെ ഒരു യാത്രക്കടയിൽ ദൂരെ കുറേ നേരമായി ഒരാളെ തെരയണ്. കുറേ ദൂരെ വെച്ചിട്ട് ഒരു ആട്ടിടയനെ കണ്ടുമുട്ടുകയാണ്. ആട്ടിടയനെ കണ്ട് വളരെ സ്നേഹത്തോട് സലാം പറഞ്ഞ് മെലിഞ്ഞൊട്ടിയ ഒരു പുതപ്പിങ്ങനെ പുതപ്പിച്ച കണ്ടാൽ തന്നെ ഒരു പാവമുള്ള ഒരു 10-20 ആടുകളെ മാത്രം മേയിച്ച് നിൽക്കുന്ന വളരെ തുച്ഛമായി ജീവൻ നയിക്കുന്ന, നിസ്സാരമായി ജീവൻ നയിക്കുന്ന ഒരാട്ടിടൻ്റെ അടുത്ത് കുറച്ചേരി നിന്ന് സംസാരിക്കാൻ വേണ്ടി ചെന്നിരുന്നപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് സ്നേഹത്തിന് വേണ്ടി സ്നേഹിതന് വേണ്ടി കുറച്ച് ഭക്ഷണം നീട്ടിയപ്പോൾ ആ ആട്ടിടയന് ഭക്ഷണം വാങ്ങിയില്ല. അപ്പം എന്താ നിങ്ങൾ ഭക്ഷണം വാങ്ങാത്തത്? ഈ ചൂടത്ത് നിങ്ങൾക്ക് എന്തായാലും ഒരു ആശ്വാസമാവുമല്ലോ. ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കാനും റെസ്റ്റ് എടുക്കാനും കുറേ നേരമായി നിങ്ങൾ ഒരാളെ തരയുന്നു, അല്ലെങ്കിൽ ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ആട്ടിടയൻ പറയാണ്, ഞാനിന്ന് നോമ്പുകാരനാണ്. അപ്പോൾ ഇബ്നു ഉമർ അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇത്രയും നേരം സഞ്ചരിച്ചിട്ട് ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഈ മനുഷ്യരില്ലാത്ത മരുഭൂമിയിലെ ഈ ചൂടത്ത് നല്ലൊരു ഷെൽട്ടർ, ഒരു പുതപ്പ് പോലും ഇല്ലാത്തടത്ത് അങ്ങ് എന്തിനാ നോമ്പ് നോറ്റത്? അങ്ങൊന്ന് തല കറങ്ങിയാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തരാൻ ഒരാളില്ല, എന്നാൽ ആ സൗകര്യങ്ങളും സാഹചര്യവും ഇല്ല. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ നോമ്പെടുത്തത് പറയുന്നുണ്ട്. ചെരുപ്പ് ധരിക്കാതെ, വസ്ത്രമണിയാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിൽ നാളെ ഒരു കത്തുന്ന ശംസ് ഒരു ചാണ് മീതെയുള്ള ഒരു മഹ്ശറയിൽ ഒരുമിച്ച് കൂടും. അവിടുത്തെ ചൂട് ഒന്നുമല്ല. ആ ചൂടിനെ പേടിച്ചിട്ടും ഭയപ്പെട്ടിട്ടും ആ ചൂടിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഈ മരുഭൂമിയിലും ഈ വല്ലാത്ത ചൂടിലും ഈ പ്രതിസന്ധി നിറഞ്ഞ സന്ദർഭത്തിലും ഈ ആടുകൾക്കൊപ്പയുള്ള എൻ്റെ ഈ മരുഭൂമിയുടെ യാത്രക്കടയിൽ ഞാൻ നോമ്പെടുത്തത് എന്ന് ആ ആട്ടിടയനായ, ഒരുപക്ഷെ നമ്മളെപ്പോലെ സ്കൂളിലോ നമ്മളെപ്പോലെ എന്തെങ്കിലും ഒരു സദസ്സിലോ എന്തെങ്കിലും ഒരു സംഘടനയിലോ എന്തെങ്കിലും ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവനൊന്നുമില്ലാത്ത സാധാരണക്കാരനായ ഒരു ആട്ടിടയൻ്റെ ജീവിതം അതാണ് തിരിച്ചറിവ്. സ്വർഗത്തിനു വേണ്ടി എന്താണ് നമ്മൾ ചെയ്യാനുള്ളതെന്നുള്ളത് ചോദിക്കുമ്പോൾ അവിടെയാണ്. ഞാൻ ആമുഖമായി പറഞ്ഞില്ലേ, ഈ യാസർ കുടുംബം അവരനുഭവിക്കേണ്ടി വന്ന പീഡനം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നാടുവിടേണ്ടി വന്നത് ആ സ്വർഗത്തിനു വേണ്ടി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദർശം മുറുകെ പിടിച്ചത് ആ സ്വർഗത്തിനു വേണ്ടി. തീക്കുണ്ടാരം ഏറ്റുവാങ്ങേണ്ടി വന്ന ആ സ്വർഗത്തിനു വേണ്ടി. എല്ലാവരും നാടുവിടേണ്ടി വന്നത്, ത്യാഗം സഹിക്കേണ്ടി വന്നത്, തൻ്റെ ജീവിതം മാറ്റിയിട്ടുള്ള ആളുകളൊക്കെ ആ സ്വർഗത്തിനു വേണ്ടി. അപ്പോൾ ആ അറിവ്, നമുക്ക് കിട്ടിയ അറിവിനെ തിരിച്ചറിവാക്കി മാറ്റി ആ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ സ്വർഗത്തിലേക്ക് ജീവിക്കുക. ആട്ടിടയൻ പോലും വലിയ പാഠമുണ്ടെന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവിലൂടെ പോകുന്ന ഒരു സ്വർഗീയ ഇടം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിലുണ്ടായിത്തീരണം. അതിനൊരു ചർച്ചയ്ക്ക് ഇവിടെ എന്താ പറയുക, തുടക്കം കുറിച്ച് ഞാൻ മെല്ലെ അവസാനിപ്പിക്കാം. ഇനി ഞാൻ സംസാരിക്കുന്നത് ഉചിതമെന്നറിയാം. അപ്പോൾ എൻ്റെ സംസാരത്തിൻ്റെ ആ കാര്യം നിങ്ങൾ ISMകാരും വരെയൊക്കെ ഞാനുണ്ടാവും. നമുക്കത് ഒന്ന് ക്രോഡീകരിച്ച് ആ ക്രോഡീകരണത്തിൽ നമ്മൾ ഒരു സംസാരം എന്നതിലുപരി, നമ്മുടെ ഒരു സംസാരം, എൻ്റെ ഒരു സംസാരം എന്നതിലുപരി ആ സംസാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ട സംഗതി എന്താണോ
അത് നമ്മൾ പരസ്പരം ഷെയർ ചെയ്ത് അത് ഡിസ്കസ് ചെയ്ത് ഈ കൂടിയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി ആമുഖമായി സൂചിപ്പിച്ച പോലെ ഓരോ സംസാരവും ഓരോ ചിന്തയും ഓരോ ദീനീ ചർച്ചകളുമൊക്കെ എന്തെങ്കിലും ഒരു സംഗതി നമ്മളെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുവാനും എന്തെങ്കിലും ഒരു പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റുവാനും മനഃപൂർവ്വം തിരിച്ചറിവിലൂടെ അടർത്തി മാറ്റി ചിട്ടയോടുകൂടി അത് നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ആ ഒരു ചിന്തയിലും ആ ഒരു പ്രവർത്തനത്തിലും നമുക്ക് ഈ ഒരു സദസ്സിനെ ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനാവും. സർവശക്തൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു ചിന്ത ചർച്ച എങ്ങനെയാവണം, ഏത് രൂപത്തിലാവണം നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുക. തീർച്ചയായിട്ടും ആ ഒരു ഓർമ്മയിൽ, ആ ഒരു സ്മരണയിൽ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയിൽ തുടർന്നുള്ള നല്ല നാളുകളെ ക്രമീകരിക്കാൻ പടച്ചിറപ്പ് നമുക്ക് നല്ല മനസ്സും നല്ല കുടുംബത്തെയും നല്ല മക്കളെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ പലരുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഗുൽസാർ സാഹിബ് അടക്കമുള്ള മക്കൾ, ഇണകൾ, സഹോദരങ്ങൾ, അതേപോലെ തന്നെ മാതാപിതാക്കൾ, ഉറ്റവർ, ഉടയവർ, നമ്മുടെ അധ്യാപകർ, ഉസ്താദുമാർ, സംഘടനാ പ്രവർത്തകർ, പ്രിയപ്പെട്ടവർ, പടച്ചിറപ്പ് അവർക്കൊക്കെ നീ അങ്ങനെ വിട പറഞ്ഞു പോയവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം നാഥ. അതോടൊപ്പം ഗസയുടെ, ഇറാൻ്റെ, ഇറാഖിൻ്റെ ഇവിടെയൊക്കെ വലിയ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അവർക്കൊക്കെ നീ വിജയവും സമാധാനവും പ്രദാനം ചെയ്യണം. നമ്മുടെ മനസ്സിലേക്കൊക്കെ കയറി വരുന്ന കുറേ മുഖങ്ങളുണ്ട്. ഭാര്യ അനുജത്തിയായിട്ടുള്ള റബീഹ, അവളൊക്കെ എപ്പോഴും ഓർക്കാതെ പോവാറില്ല. അത്തരം ആളുകളൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ കടന്നു വരാറുണ്ട്. അങ്ങനെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഉറ്റവരായ, ഉടയവരായ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അവർക്കൊക്കെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന, അവർക്കൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പ്രാർത്ഥനയിലൂടെ, പ്രവർത്തനത്തിലൂടെ ഒരു സ്വലിഹായ കുടുംബമായി നമുക്ക് മാറാൻ നമുക്ക് സാധിക്കണം. സർവശക്തൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ. ശിഷ്ടജീവിതത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മുത്തങ്ങളിൽ സർവശക്തനായ റബ്ബെ ഞങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം നാഥ. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാഹു ഖൈർ. ബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.